നമസ്കാരം. വെയ്റ്റ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലെ ലെറ്റസ് ആസസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിൽ ഫുള്ള് പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓംസ് ലോയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, V = I × R. അതിൽ നിന്ന് തന്നെ ഐക്കും ആറിനും രണ്ട് ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നറിയാം. ഇനി ജൂൾസ് ലോയുടെ ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ ഇക്വേഷൻസ് ആണ് H = I² RT, H = V²T/R, H = VIT. അടുത്തത് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. പവർ = വർക്ക് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനോട് ഇക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ബൈ ടൈം എന്ന് പറയുന്നിടത്ത് ഹീറ്റ് ഡിവൈഡ് ബൈ ടൈം എന്ന് നമുക്ക് എഴുതാമല്ലോ. അതായത് ഹീറ്റിൻ്റെ ഇക്വേഷൻസിനെ നമുക്ക് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പവർ എങ്ങനെ കിട്ടും? P = I² R, P = V²/R, P = V × I. അടുത്തത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകളാണ്. സീരീസ് കണക്ഷൻ വരുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2 + etc. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും റെസിസ്റ്റൻസിൻ്റെ സമ്മ. ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = സ്മോൾ ലെറ്റർ R × N. സ്മോൾ ലെറ്റർ R എന്ന് പറയുമ്പോൾ ഒരേ വാല്യൂവിലുള്ള ഒരുപാട് റെസിസ്റ്ററുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണത്തിൻ്റെ വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ. ഇനി പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിലോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 R2 / R1 + R2. അവിടെയും ഒരേ വാല്യൂലുള്ള ഒരുപാട് റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ സ്മോൾ ലെറ്റർ R, അതിൽ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് N എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്യൂസ് വയർ കൃത്യമായ ആംപെയറേജ് മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഫ്യൂസ് വയറിൻ്റെ ആംപെയറേജുകൾ എഴുതുക. അമിതമായിട്ട് കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ പ്രവഹിക്കുമ്പോൾ ആ സർക്യൂട്ട് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡാമേജ് ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യണം. അപ്പോൾ മെൽറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹൈ കറണ്ട് സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുകയും സർക്യൂട്ട് ഡാമേജ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായ ആംപെയറേജിലുള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതോടൊപ്പം ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആംപെയറേജുകൾ ഏതൊക്കെയാണെന്ന്. അത് 1 ആംപിയർ, 1.25, 1.5, 2.2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ മുതലായവയാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂസ് വയറിൻ്റെ ആംപിയറേജുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 230 വോൾട്ട് സപ്ലൈയുമായി ഒരു താപന ഉപകരണം ബന്ധിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലൂടെ 0.5 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നു. അപ്പോൾ 230 വോൾട്ടേജ് സപ്ലൈയുമായി ഒരു താപന ഉപകരണം ബന്ധിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലൂടെ 0.5 ആംപിയർ കറണ്ടാണ് ഒഴുകുന്നത്. സർക്യൂട്ടിലൂടെ 5 മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചാർജിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. 3-4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബി ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സർക്യൂട്ടിൻ്റെ പ്രതിരോധം കാണാൻ പറഞ്ഞിട്ടുണ്ട്. സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് വൈദ്യുതി ഒഴുകിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് കണ്ടുപിടിക്കണം അവിടെ. അതുപോലെ ഡി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് സർക്യൂട്ടിലെ വയറിൻ്റെ പ്രതിരോധം അവഗണിച്ചാൽ അതിൽ ബന്ധിപ്പിച്ച താപന ഉപകരണത്തിൻ്റെ പവർ എത്ര? പവറും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഗിവൺ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? വോൾട്ടേജ് 230 വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് 0.5 ആംപിയർ തന്നിട്ടുണ്ട്, ടൈം 5 മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ സെക്കൻഡിലേക്ക് ആക്കി വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതുക. വോൾട്ടേജ് 230 വോൾട്ട്, കറണ്ട് 0.5 ആംപിയർ, ടൈം 5 മിനിറ്റ്. ഇനി നമ്മളോട് ആദ്യമേ ചാർജാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് അല്ലേ? ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് അറിയാം. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈമാണ് കറണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ചാർജിനൊരു ഇക്വേഷൻ എഴുതാമല്ലോ. കറണ്ട് എന്ന് പറഞ്ഞാൽ I = Q/T. സോ ചാർജ് Q = I × T. അപ്പോൾ തന്നിട്ടുണ്ടല്ലോ ഐയും ടിയും ഒക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.5 × 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. സോ ദ ആൻസർ ഇസ് 150 കൂളോം എന്ന് നമുക്ക് കിട്ടും. ഇനി ബി പാർട്ടിൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V = I × R ചെയ്താൽ റെസിസ്റ്റൻസ് കിട്ടും അല്ലേ? സോ R = V / I എന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ 230 / 0.5 which is equal to 460 ohm എന്ന് കിട്ടും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഹീറ്റും പവറും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് ഇതിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഈ കാണുന്ന ഇക്വേഷൻസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിലൊക്കെ പവർ വരുന്ന ഇക്വേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് പിന്നെ സ്ക്വയർ ഒക്കെ എടുക്കാൻ നടക്കണം. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇക്വേഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. H=VITയും P=VIയും. സോ ഹീറ്റ് നമുക്ക് എത്രയെന്ന് കിട്ടും? H=VITയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 230 × 0.5 × 5 × 60 നമുക്ക് 34,500 ജൂൾ എന്നാണ് നമുക്ക് ഹീറ്റിൻ്റെ ഉത്തരം കിട്ടുക. അതുപോലെ തന്നെ പവർ P=V/Iയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 230 × 0.5 അതായത് 115 വാട്ട് ആണ് നമുക്ക് പവർ കിട്ടുക. തേർഡ് ക്വസ്റ്റ്യൻ, ജൂൾ നിയമപ്രകാരം വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം H=I²RT ആണ്. ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടതയിൽ വ്യത്യാസം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ താപം വർദ്ധിക്കുമോ? വിശദീകരിക്കുക. അതായത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. As V increases the resistance without changing voltage by Ohm's law, V=I × R. That is, I=V/R. By increasing resistance, current decreases. If I decreases, H will also decrease because H=VIT. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V=I × R ആണ് അല്ലേ. ഐയോടും ആറിനോടും വോൾട്ടേജ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് എഴുതാം V/R. അതായത് റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കറണ്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂൾസ് ലോ പ്രകാരം H=VIT I²RT V² R/T എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ കറണ്ട് എന്ന് പറയുന്നത് ഹീറ്റുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞെന്നാൽ ഹീറ്റ് കുറയും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം രണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് അവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചാലും I എന്ന് പറയുന്ന ഫാക്ടർ ആ ഇക്വേഷനിൽ ഉള്ളിടത്തോളം I വേരി ചെയ്യുന്നതനുസരിച്ച് ഹീറ്റ് വേരി ചെയ്യും. ഇനി നാലാമത്തെ ചോദ്യം നോക്കുക. 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു താപന ഉപകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വോൾട്ടേജും പ്രതിരോധവും നമ്മൾ മാറ്റി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പവറിലും താപത്തിലും എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ ഈ പട്ടികയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് റോ നോക്കാം. ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടത 230 വോൾട്ടാണ് തന്നിരിക്കുന്നത്. ഉപകരണത്തിൻ്റെ പ്രതിരോധം R തന്നിരിക്കുന്നത് 57.5 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ഉപകരണത്തിലെ വൈദ്യുത പ്രവാഹം എത്രയായിരിക്കും? ഓംസ് ലോ പ്രകാരം നമുക്കറിയാം I=V/R ആണ്. അതായത് 230 വോൾട്ട് ഡിവൈഡഡ് ബൈ 57.5 ഓം 4 ആംപിയർ നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഹീറ്റിൻ്റെ ഇക്വേഷൻ H=VIT എന്നൊരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ. വോൾട്ടേജ് 230 വോൾട്ട് ഉണ്ട് ഇൻറ്റു കറണ്ട് നമുക്ക് കിട്ടി 4 ആംപിയർ ഇൻറ്റു ടൈം 1 സെക്കൻഡ് ആണ്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 920 ജൂളാണ് ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 920 ജൂൾ എന്ന് കിട്ടും. ഇനി ഉപകരണം നൽകുന്ന പവർ P=V/I എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ P= ഹീറ്റിൻ്റെ ഇക്വേഷന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലും പവർ കിട്ടുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ V/I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. V എന്ന് പറയുന്നത് 230 ആണ് ഇൻറ്റു I നമുക്ക് കിട്ടിയത് 4 ആംപിയർ. നമുക്ക് 920 വാട്ട്, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണല്ലോ. അപ്പോൾ 920 വാട്ട് എന്ന് കിട്ടും. അതുമല്ലെങ്കിൽ ഹീറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ആ ഹീറ്റിൻ്റെ വാല്യൂ നമുക്ക് 920 ജൂൾ എന്ന് കിട്ടി. അതിനെ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താലും പവറാണെന്നറിയാം. ടൈം 1 സെക്കൻഡ് ആണ്. അപ്പോൾ ഹീറ്റിൻ്റെ വാല്യൂ എന്താണോ ആ കോളത്തിൽ കിട്ടിയിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് പവറിൻ്റെ കോളത്തിലും കിട്ടുന്നത്. കാരണം ടൈം 1 സെക്കൻഡ് ആയത് കാരണം അവിടെ വേറെ ക്യാൻസലേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി അടുത്ത കോളം നോക്കുക. അവിടെ വോൾട്ടേജ് 230 വോൾട്ട് തന്നെയാണ്. ഇനി ഉപകരണത്തിൻ്റെ പ്രതിരോധം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് ആക്കി കൂട്ടി 57.5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 115 ഓം എന്നാണ് കിട്ടുക. അപ്പം ആ 2 ടൈംസ് ആയിട്ട് റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ ഉപകരണത്തിലെ വൈദ്യുത പ്രവാഹം റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. ശരിയാണ്, 2 ആംപിയർ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹീറ്റിൻ്റെ ഇക്വേഷനിൽ അറിയാം നമുക്ക് VIT ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വോൾട്ടേജ് 230 ഇൻറ്റു കറണ്ട് 2 ആംപിയർ ഇൻറ്റു ടൈം 1 സെക്കൻഡ് നമുക്ക് 460 ജൂൾ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 460 ജൂളിനെ നമ്മൾ 1 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും പവറിൻ്റെ വാല്യൂ എന്ത് തന്നെ കിട്ടും? 460
വാട്ട് എന്ന് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി പവർ വ്യത്യാസപ്പെടാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ റെസിസ്റ്റൻസ് 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്ത കോളം നോക്കുക. അവിടെ വോൾട്ടേജും 230 വോൾട്ട് ആണ്, റെസിസ്റ്റൻസും 230 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് V/R എന്ന് പറഞ്ഞാൽ 1 കിട്ടുമല്ലോ, 1 ആംപിയർ നമുക്ക് കിട്ടും. ഇനി ഹീറ്റിൻ്റെ ഇക്വേഷനിൽ V/I/T, വോൾട്ടേജ് 230 ഇൻറ്റു കറണ്ട് 1 ഇൻറ്റു ടൈം 1 സെക്കൻഡ്. അപ്പോൾ 230 തന്നെ നമുക്ക് കിട്ടും ഹീറ്റിൻ്റെ ഇക്വേഷൻ. ആ ഹീറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പവർ കിട്ടും, അതായത് 230 വാട്ട് എന്ന് തന്നെ ആയിരിക്കും കിട്ടുക. ഇവിടെ എന്താ സംഭവിച്ചത്? റെസിസ്റ്റൻസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. കാരണം 57.5നെ നമ്മൾ ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് 230 ഓം എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആദ്യത്തെ കേസിൽ 2 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്തെങ്കിൽ രണ്ടാമത് വന്നപ്പോൾ അത് 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പവറിന് എന്താണ് സംഭവിച്ചത്? 920 വാട്ടിൽ നിന്ന് 230 വാട്ടായിട്ട് പവർ കുറഞ്ഞു. അടുത്ത കോളത്തിൽ നമ്മൾ വോൾട്ടേജ് കുറയ്ക്കുകയാണ് ചെയ്തത്. 115 വോൾട്ടായിട്ട് അതിനെ കുറച്ചു. ഇനി റെസിസ്റ്റൻസ് ഓഫ് 57.5 ഓം, ആദ്യത്തെ റെസിസ്റ്റൻസ് തന്നെയാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് എന്ത് കിട്ടും നമുക്ക്? V/R 115 / 57.5 ചെയ്യുമ്പോൾ നമുക്ക് 2 ആംപിയർ എന്ന് കിട്ടും. ഹീറ്റിൻ്റെ വാല്യൂ 115 ഇൻറ്റു 2 ആംപിയർ ഇൻറ്റു 1 സെക്കൻഡ്, നമുക്ക് 230 എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം കിട്ടുക. അതിനെ നമ്മൾ 1 സെക്കൻഡിന് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് പവർ എന്ത് തന്നെ കിട്ടും? 230 എന്ന് കിട്ടും. ഇവിടെ വോൾട്ടേജ് നമ്മൾ 0.5 ടൈംസ് അല്ലെങ്കിൽ ഹാഫ് ടൈമായിട്ട് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. വോൾട്ടേജിൻ്റെ വാല്യൂ നമ്മൾ നേരെ പകുതിയായിട്ട് കുറച്ചു. അതുകൊണ്ടാണ് പവറിൻ്റെ വാല്യൂ 920 വാട്ടിൽ നിന്ന് 230 വാട്ടായിട്ട് കുറയാൻ കാരണം. നമ്മളവിടെ വോൾട്ടേജ് നേരെ പകുതിയാക്കി കുറച്ചു. ഇനി അടുത്തത് നോക്കുക. ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന വോൾട്ടേജ് 460 വോൾട്ടേജ്, നമ്മളത് ഇരട്ടിയാക്കി അല്ലേ? വോൾട്ടേജ് നമ്മൾ 2 ടൈംസ് ആക്കി മാറ്റി. 230 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 460 വോൾട്ട് വരും അല്ലേ? ഇനി റെസിസ്റ്റൻസോ, ആദ്യത്തെ റെസിസ്റ്റൻസ് തന്നെ 57.5. അപ്പോൾ I = 460 / 57.5 ചെയ്യുമ്പോൾ നമുക്ക് 8 ആംപിയർ എന്ന് കിട്ടും. ഇനി ഹീറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും? വോൾട്ടേജ് കൂടി അല്ലേ? 460 ഇൻറ്റു കറണ്ട് കൂടി 8 ആംപിയർ ഇൻറ്റു 1 സെക്കൻഡ്, അതായത് നമുക്ക് 3680 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ പവറിൻ്റെ വാല്യൂ ഹീറ്റിനെ 1 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3680 തന്നെ ആയിരിക്കും അവിടെ വാല്യൂ. അപ്പോൾ ആദ്യത്തെ കേസിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ 920 വാട്ടിൽ നിന്ന് പവർ 3680 ആയിട്ട് കൂടി. കാരണം ഇവിടെ വോൾട്ടേജ് 2 ടൈംസ് കൂടിയത് കൊണ്ടാണ് പവർ കൂടിയത് അല്ലേ? P = V/I എന്നാണല്ലോ. വോൾട്ടേജിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ് പവർ. വോൾട്ടേജ് കൂടുമ്പോൾ അപ്പോൾ പവറും കൂടും. ഇതിൻ്റെ തന്നെ എ പാർട്ട് ചോദ്യം നമുക്ക് നോക്കാം. ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന വോൾട്ടത അതിൻ്റെ പവറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജും പവറും തങ്ങളിൽ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ പവർ കൂടും. പവർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് ബി. ഉപകരണത്തിൻ്റെ പ്രവർത്തന വോൾട്ടതയിൽ മാറ്റം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ പവറിന് എന്ത് മാറ്റം ഉണ്ടാകും? ആദ്യത്തെ 3 കോളം നോക്കുക. അവിടെ 3 വോൾട്ടേജ് 230 വോൾട്ട് തന്നെയാണ്. പക്ഷേ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പവറിൻ്റെ കോളം നോക്കുക, പവർ കുറഞ്ഞു വരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറയും. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് വോൾട്ടേജും കറണ്ടും ആണുള്ളത്. കറണ്ട് കുറയുന്നതനുസരിച്ച് എന്ത് കുറയും? പവർ കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പവർ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് സി പാർട്ട്. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന താപന ഉപകരണങ്ങളിൽ 230 വോൾട്ടാണ്. പവർ വർദ്ധിപ്പിക്കാനായി നിർമ്മാണത്തിൽ വരുത്തേണ്ട മാറ്റം എന്ത്? നമ്മൾ കണ്ടിരുന്നു റെസിസ്റ്റൻസ് കൂട്ടി കൊണ്ടുവരുന്നതിനനുസരിച്ച് പവർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പവർ എന്ത് ചെയ്യും? കൂടി വരും. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ പാർട്ട്. ഫ്യൂസിൻ്റെ ആംപിയറേജുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വൈദ്യുത ഉപകരണങ്ങളും അവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും തന്നിട്ടുണ്ട്. ആദ്യമേ വാട്ടർ ഹീറ്റർ നോക്കാം. വോൾട്ടേജ് 230 വോൾട്ടാണ് ഇത് പ്രവർത്തിക്കുന്ന വോൾട്ടത. ഉപകരണത്തിൻ്റെ പവർ തന്നിരിക്കുന്നത് 4370 വാട്ടാണ്. സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ P = V/I എന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറണ്ട് എഴുതാം. I = P/V എന്ന്. അപ്പോൾ 4370 / 230 വോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് 19 ആംപിയർ കിട്ടും. അപ്പോൾ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിൻ്റെ ആംപിയറേജ് 20 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒരു 1 ആംപിയർ നമ്മൾ കൂട്ടി എഴുതിയാൽ മതിയാവും. ഇച്ചിരൂടെ കൂടി നിൽക്കണം.
സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് കൂടി നിൽക്കണം ആംപിയറേജിൻ്റെ വാല്യൂ. അടുത്തത് എയർ കണ്ടീഷണറാണ്. വോൾട്ടേജ് 230 വോൾട്ട് തന്നെ. അവിടെ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് 14.5 ആംപിയർ എന്ന്. അതിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാമല്ലോ. അതായത് I/V ചെയ്യുമ്പോൾ നമുക്ക് പവർ കിട്ടും. അതായത് 14.5 ഡിവൈഡഡ് ബൈ 230 വോൾട്ട് ചെയ്യുമ്പോൾ 3335 വാട്ട് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അവിടുത്തെ ആംപിയറേജിൻ്റെ വാല്യൂ നമുക്കൊരു 15 ആംപിയർ ആയിട്ട് എടുക്കാം. ഇനി ടെലിവിഷനാണ്. LED TVയുടെ വോൾട്ട് അത് 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പവർ 57.5 വാട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് 57.5 ഡിവൈഡ് ബൈ 230 വോൾട്ട് നമുക്ക് 0.25 ആംപിയർ എന്ന് കിട്ടും. അവിടെ നമ്മൾ 0.4 ആംപിയറേജുള്ള ഫ്യൂസാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അടുത്ത് തന്നിരിക്കുന്നത് ലാപ്ടോപ്പാണ്. വോൾട്ടേജ് 230 വോൾട്ട് തന്നെ. അവിടെയും കറണ്ടാണ് തന്നിരിക്കുന്നത് 0.125 ആംപിയർ എന്ന്. പവർ കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് ഡിവൈഡ് ബൈ വോൾട്ടേജ്. അപ്പോൾ 0.125 ആംപിയർ ഡിവൈഡ് ബൈ 230 വോൾട്ട് നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 28.75 വാട്ട് എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എടുക്കേണ്ട ആംപിയറേജ് എന്ന് പറയുന്നത് ഒരു 0.2 ആംപിയറേജുള്ള ഫ്യൂസാണ്. അടുത്തത് ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. പ്രവർത്തന വോൾട്ടത 230 വോൾട്ടായ ഒരു വൈദ്യുത ഉപകരണത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് 22 ആംപിയറേജിൻ്റേതാണ് എങ്കിൽ ഉപകരണത്തിൻ്റെ പവർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. പവർ ഇസിക്കൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് നമുക്കറിയാം. വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് ഇൻറ്റു കറണ്ട് 2.2 ആംപിയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 506 വാട്ടാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 230 വോൾട്ട് 115 വാട്ട് ഫിലമെൻറ്റ് ലാമ്പ് സർക്യൂട്ടിൽ 10 മിനിറ്റ് പ്രവർത്തിപ്പിക്കുന്നു. എ പാർട്ട് ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര? ബി പാർട്ട് 10 മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്ര? അപ്പം നമുക്ക് ബൾബിലൂടെയുള്ള കറണ്ടും അറിയണം, അതുപോലെ തന്നെ ചാർജും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഫാക്ടേഴ്സൊക്കെ എടുത്തെഴുതുക. വോൾട്ടേജ് 230 വോൾട്ട് തന്നിട്ടുണ്ട്. പവർ 115 വാട്ട്. അപ്പോൾ വാട്ടേജ് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്, അതുകൊണ്ട് ഇത് പവറാണ് ശരിക്കും. 115 വാട്ട് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ടൈം 10 മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ പാർട്ടിൽ നമുക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, V ഇൻറ്റു I. അതിൽ നിന്ന് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ I ഈസ് ഈക്വൽ ടു P/V എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 115 ഡിവൈഡഡ് ബൈ 230, വിച്ച് ഇസ് ഈക്വൽ ടു 0.5 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജാണ്. അതിന് നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, Q/T എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T. ഐയുടെയും ടിയുടെ വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ 0.5 ഇൻറ്റു 10 ഇൻറ്റു 60 സെക്കൻഡിലേക്ക് മാറ്റണ്ടേ. അപ്പോൾ 300 കൂളോം എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ ടെർമിനലിനിടയിൽ 60 വോൾട്ട് നൽകുമ്പോൾ അത് 4 ആംപിയർ കറണ്ട് കടത്തിവിടുന്നു. 60 വോൾട്ട് നൽകിയപ്പോൾ 4 ആംപിയർ കറണ്ട് കടത്തിവിട്ടു എങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 120 വോൾട്ട് ആയാൽ കറണ്ട് എത്രയായിരിക്കും? അപ്പോൾ 60 വോൾട്ട് നൽകിയപ്പോൾ 4 ആംപിയർ കറണ്ട് കടത്തിവിട്ടു. അങ്ങനെയാണെങ്കിൽ 120 വോൾട്ട് കൊടുത്തു കഴിയുമ്പോൾ എത്ര കറണ്ട് കടത്തിവിടും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. തന്നിരിക്കുന്നതൊക്കെ നമുക്ക് എടുത്തെഴുതാം. V1 എന്ന് കൊടുക്കുക. ആദ്യത്തെ വോൾട്ടേജിന് V1 എന്ന് കൊടുക്കുക, 60 വോൾട്ട്. ഫസ്റ്റ് കറണ്ട് I1 4 ആംപിയർ ആണ്, 60 വോൾട്ട് കൊടുത്തപ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്തത്. ഇനി V2 എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ രണ്ടാമത് കൊടുത്തത് 120 വോൾട്ടാണ് കൊടുത്തത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് നമുക്ക് I2 എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓംസ് ലോ പ്രകാരം R ഈസ് ഈക്വൽ ടു V/I എന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിയുമ്പോൾ 15 ഓം എന്ന റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. I2 ഈസ് ഈക്വൽ ടു V/R, വിച്ച് ഇസ് ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 15, വിച്ച് ഇസ് ഈക്വൽ ടു 8 ആംപിയർ നമുക്ക് ഉത്തരം കിട്ടും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്ലാസ്സിൽ 2 ഓം 3 ഓം 6 ഓം പ്രതിരോധമുള്ള പ്രതിരോധകങ്ങൾ നൽകിയിരിക്കുന്നു. എ പാർട്ട് ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കൂടിയ പ്രതിരോധം എത്ര? ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എത്ര? സി പാർട്ട് ഇവ മൂന്നും പ്രയോജനപ്പെടുത്തി 4.5 ഓം പ്രതിരോധം ഉളവാക്കാൻ കഴിയുമോ? സർക്യൂട്ട് ചിത്രീകരിക്കുക. നമുക്ക് ഉത്തരം നോക്കാം. നമുക്ക് കൂടുതൽ പ്രതിരോധം കിട്ടണം എന്നുണ്ടെങ്കിൽ റെസിസ്റ്ററുകളെല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. 3 റെസിസ്റ്ററുകളാണല്ലോ ഉള്ളത്, R1, R2, R3.
ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 എന്ന് ഉത്തരം കിട്ടും. 2 + 3 + 6 = 11. ഇനി കുറഞ്ഞ പ്രതിരോധം കിട്ടാനായിട്ട് നമ്മളതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും, സമാന്തരമായിട്ട്. അപ്പോൾ 1/R = 1/R1 + 1/R2 + 1/R3 എന്ന് കിട്ടും. അതായത് 1/2 + 1/3 + 1/6. അപ്പോൾ ഇവിടെ LCM നമ്മൾ എടുക്കേണ്ടതുണ്ട്. LCM 6 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 6 × 1/2 + 6 × 1/3 + 6 × 1/6 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 + 2 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. അതായത് 6 / 6 = 1. അതാണ് കുറഞ്ഞ പ്രതിരോധം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം 4.5 ഓം പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പ്രതിരോധകങ്ങളെയൊക്കെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സർക്യൂട്ട് നോക്കുക. ഇവിടെ ഞാൻ 2 റെസിസ്റ്ററുകളെ 2 ഓമിനെയും 6 ഓമിനെയും പാരലായിട്ടും കണക്ട് ചെയ്തു. 3 ഓമിനെ സീരീസ് ആയിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാരലൽ കണക്ഷൻ്റെ റെസിസ്റ്റൻസ് ആദ്യമേ കണ്ടുപിടിക്കണം. അതിനുള്ള ട്രിക്ക് നമുക്കറിയാമല്ലോ. R = R1 R2/R1 + R2 എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. അവിടെ ആറിൻ്റെ ഒപ്പം 2 ലൈൻ വരച്ചിരിക്കുന്നില്ലേ, അത് R പാരലൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 × 6 / 2 + 6 എന്ന് കിട്ടും. അതായത് 12 / 8 = 3/2 = 1.5 ഓം എന്നാണ് നമുക്ക് ആ 2 പാരലൽ കണക്ഷൻ്റെയും റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി അതിനെ നമ്മൾ 3 ഓമായിട്ട് സീരീസിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.5 + 3 ആണ്. അതായത് 4.5 ഓം എന്ന് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് തന്നെ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഒരു കുട്ടിയുടെ കൈവശം അനേകം 2 ഓം പ്രതിരോധകങ്ങളുണ്ട്. കുട്ടിക്ക് 9 ഓം സഫല പ്രതിരോധം ലഭിക്കുന്ന സർക്യൂട്ട് ആവശ്യമുണ്ട്. ഇതിനായി ഏറ്റവും കുറഞ്ഞ എണ്ണം പ്രതിരോധകങ്ങൾ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് വരയ്ക്കുക. നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക. 2 ഓം റെസിസ്റ്ററുകൾ 4 എണ്ണം ഞാനിവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 2 എണ്ണം പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 റെസിസ്റ്ററുകളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ R എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 8 ഓം എന്ന് കിട്ടും. ഇനി ബാക്കിയുള്ള 2 എണ്ണത്തിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷൻ്റെ നമുക്ക് നോക്കാൻ അറിയാമല്ലോ. R = R1 R2 / R1 + R2. അപ്പോൾ ഇവിടെ R1ൻ്റെയും R2ൻ്റെയും സ്ഥാനത്ത് R5ഉം R6ഉം ആണ്. 4 / 4 = 1 ഓം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്ററുകളുടെയൊക്കെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 8 ഓമും കിട്ടി. പ്ലസ് പാരലായിട്ട് കണക്ട് ചെയ്ത 2 റെസിസ്റ്ററുകളുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ഓമും കിട്ടി. അപ്പോൾ 8 ഓം + 1 ഓം നമുക്ക് ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = 9 ഓം എന്ന് കിട്ടും. അടുത്തത് 10ാമത്തെ ചോദ്യം. ഒരു ബൾബിലെ പൊട്ടിയ ഫിലമെൻറ്റിൻ്റെ ഭാഗങ്ങൾ വീണ്ടും ചേർത്ത് വെച്ച് പ്രകാശിപ്പിച്ചാൽ ബൾബിൻ്റെ പ്രകാശത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ബൾബിൻ്റെ പവറിന് എന്ത് മാറ്റം സംഭവിക്കും? നമുക്ക് നോക്കാം. By rejoining, the length of filament decreases. So resistance also decreases. അപ്പോൾ ലെങ്ത് കുറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഫിലമെൻറ്റിൻ്റെ ലെങ്ത് കുറയുന്നതനുസരിച്ച് റെസിസ്റ്റൻസും കുറയുന്നു. ആസ് റെസിസ്റ്റൻസ് ഡിക്രീസസ് കറണ്ട് ഇൻക്രീസസ്. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹെൻസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്. അപ്പോൾ ലൈറ്റിൻ്റെ തീവ്രത കൂടുകയാണ് ചെയ്യുന്നത്. ഇനി പവറിൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലോ P = V × I ആണ് നമുക്കറിയാം. അവിടെ I കറണ്ടിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടല്ലേ, അത് പവറിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണ്. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ പവർ കൂടും. പവർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കറണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഒരു സർക്യൂട്ടിലെ പവറിനെ സൂചിപ്പിക്കാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവറിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? I² R, VI, V²/R. ഇതിൽ പവറിൻ്റെ ഇക്വേഷൻ അല്ലാത്തത് IR² എന്നുള്ളതാണ്. അടുത്തത് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 220 വോൾട്ട് 100 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബ് 110 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ പവർ എത്രയായിരിക്കും? അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 25 വാട്ട് എന്നുള്ളതാണ്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ വോൾട്ടേജ് V1 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. 220 വോൾട്ടാണത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവറാണ് 100 വാട്ട്. W എന്ന് എഴുതിയിരിക്കുന്നത് വാട്ടാണ്, അത് പവറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ P1 എന്ന് പറയുന്നത് 100 വാട്ടും എടുക്കാം. V2 110 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്കറിയാം R = V1² P1 എന്ന് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും അല്ലേ. പവറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് V²/R എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ R = V1² P1 എന്ന് നമ്മൾ കൊടുത്തത്. എന്നിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 220 × 220 / 100 നമുക്ക് 484 വാട്ട് എന്ന് കിട്ടും.
എന്നിട്ട് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് എന്തിലിട്ട് കൊടുക്കാം? P2 പവറിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് P2 കിട്ടും. ഇവിടെ നമ്മൾ ബൾബ് മാറ്റിയൊന്നും എടുക്കുന്നില്ല, ആ സെയിം ബൾബ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് റെസിസ്റ്റൻസ് മാറുന്നില്ല. ഈ വാല്യൂ തന്നെ നമുക്ക് P2യിലേക്കും ഇട്ട് കൊടുക്കാം. P2 = V2² R 110 × 110 / 484. നമുക്ക് 25 വാട്ട് എന്ന ആൻസർ കിട്ടും. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങളിൽ ഒരു സർക്യൂട്ടിലെ ഉപകരണത്തിന് സമാന്തരമായി ഘടിപ്പിക്കേണ്ടത് ഏതാണ്? അത് വോൾട്ട് മീറ്റർ ആണ്. നമുക്ക് ഏത് ഡിവൈസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണോ മെഷർ ചെയ്യേണ്ടത് അതിന് പാരലായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അമ്മീറ്ററും ഗാൽവനോമീറ്ററും നമ്മൾ സീരീസ് ആയിട്ടായിരിക്കും സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. ഒരു 12 വോൾട്ട് ബാറ്ററി പ്രതിരോധകവുമായി ബന്ധിപ്പിച്ചപ്പോൾ അതിലൂടെ 2.5 മില്ലി ആംപിയർ കറണ്ട് പ്രവഹിച്ചു എങ്കിൽ ബന്ധിപ്പിച്ച പ്രതിരോധകത്തിൻ്റെ പ്രതിരോധം എത്രയാണ്? റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട്. വോൾട്ടേജ് 12 വോൾട്ട്, കറണ്ട് 2.5 മില്ലി ആംപിയർ, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതി ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. R = 12 / 2.5 × 10⁻³ എന്നാണിത്. അപ്പോൾ ഓംസ് ലോ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട്. ഇനി 12 × 1000, ആ 10⁻³ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് 1000 ആവുമല്ലോ. അപ്പോൾ 12 × 1000 / 2.5 എന്ന് വരും, which is equal to 4800 ohm. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. ഒരു 9 വോൾട്ട് ബാറ്ററിയുമായി 0.2 ഓം, 0.3 ഓം, 0.4 ഓം, 0.5 ഓം, 12 ഓം എന്നീ റെസിസ്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ 12 ഓം പ്രതിരോധകത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയായിരിക്കും? നമുക്ക് നോക്കാം. ഇവിടെ പാരലൽ കണക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ പറയുന്ന എല്ലാ റെസിസ്റ്ററുകളുടെയും 2 എൻഡുകളും ഒരേ പോയിന്റുകളിൽ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കറണ്ട് എങ്ങനെ എഴുതാം? I = V/R, അതായത് 9 / 12 എന്ന് കിട്ടും, which is equal to 3/4, which is equal to 0.75 ആംപിയർ എന്ന് നമുക്ക് കറണ്ട് കിട്ടും. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. 220 വോൾട്ട് സപ്ലൈയിൽ 5 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നതിന് 176 ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധകങ്ങൾ സമാന്തരമായി ബന്ധിപ്പിക്കണം? സമാന്തരമായി എത്ര എണ്ണം ബന്ധിപ്പിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതുക. വോൾട്ടേജ് 220 വോൾട്ട് തന്നിട്ടുണ്ട്, കറണ്ട് 5 ആംപിയറും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. V/I, അതായത് 220 / 5 എന്ന് കിട്ടും, which is equal to 44 ഓം എന്ന് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഉത്തരം കിട്ടും. ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അറിയാമെന്നുണ്ടെങ്കിൽ R = small r / n എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ സ്മോൾ r എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റെസിസ്റ്ററുകളുടെ വാല്യൂ ആണ്. അതിനെല്ലാം ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. ഇവിടെ നമുക്കത് 176 ആണ്. അപ്പോൾ 176 റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് സ്മോൾ ലെറ്റർ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാം? ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് 44 ഓം എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 44 = 176 / n എന്ന് ചെയ്യാം. അതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. n = 176 / 44, which is equal to 4 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. 3 പ്രതിരോധകങ്ങൾ ഏതു രീതിയിൽ ബന്ധിപ്പിച്ചാലാണ് 9 ഓം 4 ഓം പ്രതിരോധം ലഭിക്കുക എന്ന് ചിത്രീകരിക്കുക. നമ്മളത് വരച്ച് കാണിക്കണം. അപ്പോൾ ആ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ ഓരോന്ന് ചെയ്ത് ഓരോ വാല്യൂസ് കൊടുത്ത് കണ്ടുപിടിച്ച് എടുക്കണം. ഇവിടെ 6 ഓം റെസിസ്റ്ററുകൾ 3 എണ്ണം ഈ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 9 ഓമും 4 ഓമും ഇഫക്റ്റീവ് റെസിസ്റ്റൻസുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, R പാരലൽ = R2 R3 / R2 + R3, അതായത് 6 × 6 / 6 + 6 എന്ന് കിട്ടും. 36 / 12, which is equal to 3 ഓം എന്ന് നമുക്ക് പാരലൽ കണക്ഷൻ്റെ റെസിസ്റ്റൻസ് കിട്ടും. ഇനി ഇതിനെ നമ്മൾ R1 സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഓം + 3 ഓം, which is equal to 9 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടാണ് നമുക്ക് 4 ഓം റെസിസ്റ്റൻസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്ന സർക്യൂട്ട്. ഇതിൽ 2 എണ്ണം സീരീസിലും
ആ രണ്ടെണ്ണമായിട്ട് ഒരെണ്ണം പാരലായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററുകളുടെ സം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 12 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. 6 ഓം പ്ലസ് 6 ഓം നമുക്ക് 12 ഓം എന്ന് ഉത്തരം കിട്ടും. അതിനെ നമ്മൾ R1 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പാരലായിട്ട് കൊടുത്തിരിക്കുന്ന റെസിസ്റ്റർ നമുക്ക് R2 ആയിട്ടും എടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 നമുക്ക് എഴുതാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 × 6 ഡിവൈഡ് ബൈ 12 പ്ലസ് 6 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 72 ഡിവൈഡ് ബൈ 18 4 ഓം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിവുപോലെ കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്